ക്യാബേജ് ഇതുവരെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷവും ഇടാം, ഇങ്ങനെ ഒന്നിച്ചായിരുന്നാലും ഇടാം, കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ സാധാരണ തോരൻ വെക്കുന്നത് പോലെ തന്നെയാണ്. ഞാൻ ചെറുതിലെ എപ്പോഴും ഇങ്ങനെ ഇതുപോലെ ചെയ്യുമായിരുന്നു കേട്ടോ, പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ. പിന്നെ അത് നെയ്ക്കും പറഞ്ഞ് ഡാൽഡയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം പിന്നെ മഞ്ഞൾ ഇട്ട് കൊടുക്കും. നമ്മൾ അരച്ചൊന്നും ചേർക്കുന്നില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി അങ്ങനെയും ഇട്ട് കൊടുക്കുക കുറച്ച്. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. തേങ്ങ കുറച്ച് കൂടുതലിട്ട് ടേസ്റ്റൊക്കെ വരും കേട്ടോ, പക്ഷേ ചവയ്ക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്ക് കുറച്ച് മതി. കുറച്ച് ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം ഇത് വേവണം കേട്ടോ, കരിയരുത്. ഈ അലൂമിനിയം അല്ല, സ്റ്റീൽ ചട്ടി ആയതുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ട്, അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതെനിക്ക് അടിയിൽ പിടിച്ചിരുന്നു. ഒരു നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെന്തതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം കേട്ടോ. വെന്തതിന് ശേഷമാണ്, അല്ല ആദ്യമേ മുട്ടയൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. എടുത്തതിന് ശേഷം കരിയുകയും ചെയ്യരുത്, വേവുകയും ചെയ്യണം. എന്നിട്ട് എല്ലാം കൂടി ഇളക്കി എടുത്തിട്ട് കഴിച്ചു. എന്താ ടേസ്റ്റ് എന്നറിയോ? നല്ല ടേസ്റ്റ്. എപ്പോഴും ഒരുപോലെ കഴിക്കാതെ വെറൈറ്റി ആയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക.